യുടെ എപ്പോഴും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കി കാണുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളുടെ എല്ലാം നോക്കി കാണുന്നത്, ഇന്ന് വരെ പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും വെട്ടി തുറന്നു പറയാൻ ഇന്ന് വരെ ഒരു മടി കാണിച്ചിട്ടുമില്ല. അതിനകത്തൊരു അമാന്തത കാണിച്ചിട്ടേ ഇല്ല. എല്ലാവർക്കും അറിയാം. അതായത് വലിയ ചേച്ചി എന്തെങ്കിലുമൊക്കെ പറയുന്നതിനകത്തൊരു കാര്യം ഉണ്ടാവും. ചുമ്മാതൊരാളാവാൻ വേണ്ടി അതിനെനിക്ക് താല്പര്യം. വയസ്സുകാലത്ത് ഞാനിനി എന്തോന്നില്ല, ഞാൻ ഏതായാലും രാഷ്ട്രീയമൊന്നും അതൊന്നും പറഞ്ഞ് ഒരു സ്ഥാനവും വഹിച്ചില്ല. ഞാൻ നമ്മുടെ വീട്ടിൽ ഒതുക്കി കൂടി കഴിയുന്ന ഒരാളാണ്, എനിക്കൊന്നും വേണ്ടതാനും. പക്ഷേ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ്, നമുക്ക് വോട്ടവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മാന്യമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ള സങ്കടങ്ങളും പരാതികളും പറയേണ്ടവരോട് ഞാൻ പറഞ്ഞിരിക്കും. അതുകൊണ്ട് അവർക്ക് ആർക്കും ഒരു ദേഷ്യമില്ലല്ലോ. ചേച്ചി ഞങ്ങൾ നോക്കട്ടെ, ചേച്ചി പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമോ, ഞങ്ങളത് അന്വേഷിക്കട്ടെ പറയാറുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞ ചുമ്മാ അങ്ങനെ അത് കള്ളം പറയാനും വേണ്ടാതീനം പറഞ്ഞു വരുത്താനും ഒരു വിഭാഗം വേറെയുണ്ട്. അതാണ് ജീവിത മാർഗമാണ്. എനിക്ക് ഏതായാലും അതിനകത്തുനിന്നൊന്നും 10 പൈസ വേണ്ട. അതുകൊണ്ട് ചേച്ചി, അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ നിലപാടുകൾ പറയുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പൊതുസമൂഹം കുറച്ചു പേരെങ്കിലും, ഒരു ചെറിയ ശതമാനമുള്ളൂ, അല്ല വലിയ ശതമാനമൊന്നുമില്ല, ഒരു ചെറിയ ശതമാനം വലിയ രീതിയിൽ നെഗറ്റീവ് കമന്റുകളിലൂടെയും അയ്യോ ഉള്ള ഒരുപാടുണ്ട്. പക്ഷെ അതിനകത്തൊരു വലിയ സത്യമായ ഞാൻ വളരെ അന്വേഷിച്ചിട്ട് പറയട്ടെ, വെറുതെ ഒരു നുണ പറയില്ല. ഈ നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത കഥകൾ പറയുകയും അതായത് 10-20 പ്രാവശ്യം ഞാൻ തന്നെ എഴുതി എല്ലാ മാഗസീനിലും അല്ലെങ്കിൽ ഒരു ചെറിയ പുസ്തക രൂപേണ പോലും ഞാൻ എഴുതി ലോകം മുഴുവൻ അറിഞ്ഞ കാര്യങ്ങൾ 50 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്തിട്ട് എഴുതണമെങ്കിൽ അവന് വായിക്കാൻ വേറെ ആളെ കിട്ടുന്നില്ല. കാരണം അവൻ്റെ നല്ലത് എഴുതുന്ന ഭാഷ ശരിയല്ല, അവനത് അറിഞ്ഞുകൂടാ, അവന് അറിയാവൂ. അപ്പോൾ അത് എഴുതിയെങ്കിലേ റേഷൻ വാങ്ങിക്കാനുള്ള കാശ് കിട്ടുള്ളൂ. അതാണ് അതിന് സത്യം. അപ്പോൾ അവർ ലൈനിൽ ഫോക്കസ് ചെയ്യും. അവർക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ അറിയാൻ വയ്യ. ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, നല്ല കാര്യം. ഇപ്പം തന്നെ ഇവിടെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾക്ക് സമരമുണ്ട്. എല്ലാ സമരങ്ങളും അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ശരിയാണ്, ചില കാര്യങ്ങൾ നമ്മൾ അതിനെതിരെ ശബ്ദമുയർത്തി നല്ല കാര്യങ്ങൾ നടത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കണം. പക്ഷേ ആരോ പറയുന്ന കൂട്ട് ഈശ്വര അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ, ഇവിടെ ചെന്നപ്പോൾ ഇങ്ങനെ, അതങ്ങനെ പറയാമോ ഇങ്ങനെ പറയാമോ എന്ന് നമ്മൾ ഒരാളെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിന് മുൻപ് എങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ എനിക്ക് 71 വയസ്സായി, 71ാമത്തെ പിറന്നാളാണ് അടുത്തത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ഭരണം, ഒരു പ്രത്യേക പാർട്ടി ഭരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന കുറ്റങ്ങൾ പ്രതിപക്ഷം എന്ന് പറയുന്ന വിഭാഗം ചൂണ്ടിക്കാണിക്കും. നാളെ ഇവരവിടെ കയറിയിരിക്കുമ്പോൾ വേറൊരുവരായിരിക്കും നേരെ തിരിച്ച് സംഭവിക്കുന്നത്, അല്ലേ? അപ്പൊ എല്ലാവർക്കും കുറ്റങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു ചെറിയ സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ മേയറിന്റെ ഒരു മുറിയോ ഇതായിരുന്നു. ഇപ്പം ആരാണ് നമ്മുടെ രാജേഷ്, പുതിയ മേയർ അദ്ദേഹത്തിന്റെ മേയർ സ്ഥാനം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മുറിയുടെ പേരും പറഞ്ഞു. ശ്രീലേഖ അല്ല, ഞാൻ പറഞ്ഞത് ശ്രീലേഖ മാഡം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെയൊക്കെ മനസ്സിലുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു വിദ്യാസമ്പന്നയായ, ഭയങ്കര കർക്കശക്കാരിയായ, ഭയങ്കര നീതിന്യായം നടപ്പാക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥയായ. എൻ്റെ ഒരു വിനീതമായ അപേക്ഷ ഞാൻ പറയണം, ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് മതിയായിരുന്നു ഈ ഒരു കൊച്ചു മുറിയുടെ കാര്യം. ഇതാണോ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ? മുറി മാറിയില്ല, അത് അവര് തമ്മിൽ പറഞ്ഞ് തീർത്താൽ പോരെ. ജനത്തിന് എന്ത് കാര്യം, ആ മുറി മാറിയാൽ എന്ത് മാറി? അപ്പൊ അത് അവര് സർക്കാരോ കോർപ്പറേഷനോ തമ്മിൽ ചർച്ച ചെയ്യേണ്ട, അനാവശ്യ മീഡിയ അറ്റൻഷനും കിട്ടുന്നു. അതായിരിക്കാം, അതാണ് ഞാൻ അതാ പറയാൻ പറ്റുന്നത്. കാരണം ഇവിടെ ശ്രീലേഖ മാഡം എന്ന് പറയുന്ന വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞാലും 25 മൈക്ക്, വഴിയെ പോകുന്ന പെൺപിള്ളേര് എയർപോർട്ടിൽ അവിടെ വെച്ച് പറയുന്ന അനാവശ്യം കണ്ട് പറയും, ചേച്ചി ഇതെന്ത്, അവിടെ ഒരു 15 ക്യാമറ. അപ്പൊ എന്തിനൊക്കെയാണ് ക്യാമറ പോകുന്നത്? അപ്പോൾ അതിൽ നിന്ന് മാത്രം മനസ്സിലാക്കണം, ഓരോരുത്തരും വരുമാനം ഉണ്ടാക്കുന്ന ഓരോ രീതിയിൽ. പെൺപിള്ളേരുടെ ഈ ആവശ്യമില്ലാത്ത കമന്റുകൾ കേൾക്കാൻ പോകുന്നതിന് അതൊരു താല്പര്യം. ശ്രീലേഖ മാഡത്തിനെ പോലെ, മേയറെ പോലെ, മന്ത്രിമാരെ പോലെയുള്ള ഒരു അഭിപ്രായം എടുക്കാൻ പോകുന്നത് വേറെ ഒരു. ഇപ്പൊ ചാനലിന് വരെ അങ്ങനത്തെ ഒരു ഗ്രേഡിംഗ് ഒന്നുമില്ല. എന്തും ആരെ കുറിച്ച് എപ്പോഴും എവിടെ അങ്ങനെയൊക്കെ ആയിപ്പോയി. കാരണം നമ്മുടെ കാലത്ത് ശ്രീലേഖയുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള, അല്ല തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് 1-2 കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് മാഡത്തിന് വിയോജിപ്പുണ്ട്. കാരണം മാഡമായിട്ട് നിൽക്കണം. സത്യം പറഞ്ഞാൽ അത് ശരിയല്ല. അപ്പൊ ഇത് ഒരു മുറി മാറുന്നത് ശരിയല്ല, മാറണം എന്ന് പറയുന്ന ആള്
വേണ്ടാത്ത രീതിയിൽ പണ്ടൊരു വാർത്ത ഒന്ന് സഹായിക്കാൻ പോയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. നിൽക്കരുത് മാഡത്തിന്റെ ജോലി ചെയ്യണം. കാരണം എന്തൊരു എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണ് മാഡം. മാഡം ആ വില ഞാനതാ പറഞ്ഞത്. ഞാൻ കണ്ടാൽ ഞാൻ ചോദിക്കും, എൻ്റെ പൊന്നു മാഡം ഇതല്ലേ ആരാണ്ട് പറയുന്നത് എൻ്റെ വിട്ട് വലിയ സ്വർണ്ണ കച്ചവടക്കാരൻ കപ്പലിന്റെ വിറ്റുകൊണ്ട് നടക്കുന്നതന്നെ ഒരേ ത്രാസിലിട്ട് തൂക്കല്ലേ എന്ന് പറയാനിരിക്കുകയാണ് ഞാൻ.